ഹായ് ഫ്രണ്ട്സ്, ഇത് പ്രമിയാണ്. ഇത്തവണ കറിവേപ്പിലയുടെ ഒരു ടിപ്സാണ് കാണിക്കാൻ പോകുന്നത്. ഒന്നല്ല, 3 ടിപ്സാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ചെറിയൊരു ഇൻട്രോ ഇതിനു മുമ്പ് സിസ്റ്റർ ഒരു വ്ളോഗിൽ പറഞ്ഞിരുന്നു. സ്പീഡിയുമുണ്ട്. ഇൻ കേസ് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണുക. അപ്പോൾ അതിനെ ചൊല്ലി പിന്നീട് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, റിക്വസ്റ്റ് ചെയ്തിരുന്നു, അതൊന്ന് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ ആ ഒരു ടിപ്സ് എന്ന്. അതുകൊണ്ട് തന്നെ ഉമ്മയാണ് ഇത് മെയിനായിട്ട് കുക്കിങ്ങും എല്ലാ ടിപ്സും പറഞ്ഞു തന്നത്. ഞാൻ വെറും ഷൂട്ട് ചെയ്തു, അത് നിങ്ങൾക്ക് പകരുന്നു എന്നുമല്ലാതെ വേറൊന്നും ഞാൻ ഇതിൽ ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് മൊത്തത്തിൽ കറിവേപ്പിലയുടെ ഒരു വ്ളോഗാണ്. ഞങ്ങൾ നാട്ടിൽ നിന്ന് പൊന്നുപോലെ കൊണ്ടുവരുന്നൊരു സംഭവമാണ് കറിവേപ്പില. കാരണം ഇവിടെ ഞങ്ങൾക്ക് നല്ലത് കിട്ടില്ല. അതുപോലെ തന്നെ ഒരുപാട് കെമിക്കൽസൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ വളരെ സൂക്ഷിച്ചും ഏതെങ്കിലും ഒരു വീടുകളിൽ നിന്നൊക്കെയാണ് കറിവേപ്പില ഞങ്ങൾ കൊണ്ടുവരുന്നത്. അത് കൊണ്ടുവന്നാൽ ചെയ്യുന്ന സംഭവങ്ങളാണ് ഈ 3 ഐറ്റംസ്. അത് നമ്മൾ ഏതൊരു കറി ഉണ്ടാക്കുമ്പോൾ ഒരു ഫൈനൽ ടച്ച് തന്നെയാണല്ലോ കറിവേപ്പില. അപ്പോൾ ഇവിടെ പണി പെട്ടെന്ന് തീരാനും അതുപോലെ തന്നെ കറിവേപ്പിലയ്ക്ക് അതിൻ്റേതായ ടേസ്റ്റും പിന്നെ ആ കളറും കിട്ടണമെങ്കിലുള്ള രീതിയിലുള്ള ടിപ്സാണിത് ഞങ്ങൾ കാണിക്കുന്നത്. ഇവിടെ ഞങ്ങൾ യൂസ് ചെയ്തിരുന്നത് ശരിക്കും കോക്കനട്ട് ഓയിലാണ്. പക്ഷെ നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാമെന്ന് ഉമ്മ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ ഈ ഒരു സംഭവം ചെയ്യാറില്ല. ഉമ്മ എനിക്ക് എപ്പോഴും ചെയ്തു തരാറുണ്ട് പതിവ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇവിടെ ആദ്യം കാണിക്കാൻ പോകുന്ന ടിപ്സ് കറിവേപ്പിലയും ചെറിയ ഉള്ളിയും ഫ്രൈ ചെയ്തതാണ്. ഈ ഒരു സംഭവം നമ്മൾ പൊതുവേ പരിപ്പ് കറി അതുപോലെ തന്നെ ചിക്കൻ കറിയിലൊക്കെ ലാസ്റ്റ് ഇടുന്ന ഒരു ഫൈനൽ ഒരു ടച്ചാണല്ലോ. അപ്പോൾ ഇവിടെ ഇൻഗ്രീഡിയൻസ് എല്ലാം കാണിച്ചിട്ടുണ്ട്. ഉമ്മ ചെറിയ ഉള്ളി പൊതുവെ റൗണ്ടായിട്ടാണ് അരിയുന്നത്. പക്ഷേ നിങ്ങൾക്ക് വേറെ രീതിയിലാണ് ചെയ്യാൻ താല്പര്യമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇവിടെ ശരിക്കും ഞങ്ങൾ കോക്കനട്ട് ഓയിലാണ് എപ്പോഴും യൂസ് ചെയ്യുന്നത്. ഉമ്മയുടെ ഒരു ടിപ്സ്, ഈ ഒരു സംഭവം എപ്പോഴാണ് ചൂടായെന്നറിയാൻ ഇതിൻ്റെ ഒരു പതപ്പ് മാറുമ്പോഴാണ് നമ്മൾ ചെറിയ ഉള്ളി ആഡ് ചെയ്യേണ്ടത്. ഇത് ആഡ് ചെയ്ത് ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ മാത്രമേ നമ്മൾ കറിവേപ്പില ഇടാൻ പാടുള്ളൂ. അതൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ കൂട്ട് ശരിക്കും നിങ്ങൾക്ക് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട യാതൊരുവിധ കാര്യമൊന്നുമില്ല. പുറത്ത് തന്നെ വെക്കാം. ഒട്ടും കേടാവില്ല. അത് മാസങ്ങളോളം നിങ്ങൾക്ക് പുറത്തും വെക്കാം. അടുത്തത് കടുകും അതുപോലെ തന്നെ കറിവേപ്പിലയും. ഈ ഒരു സംഭവം ഇല്ലാതെ നമ്മളുടെ ഒരു കറിയും ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇതും നിങ്ങൾക്ക് പുറത്ത് തന്നെ വെക്കാം. ഫ്രിഡ്ജിൽ വെക്കേണ്ട യാതൊരുവിധ കാര്യവുമില്ല. ഇവിടെ മറ്റൊരു ടിപ്സാണ്. കടുക് വറക്കുമ്പോൾ പൊതുവേ എനിക്കിഷ്ടമില്ലാത്തൊരു സംഭവമാണ് ഒരു അറ്റാക്ക് ഉണ്ടാകും. നമ്മളുടെ കടുക് മൊത്തം നമ്മളുടെ മുഖത്തും അടുക്കളയിലും ഒക്കെ ഉണ്ടാകും. അതൊന്ന് കുറയ്ക്കാൻ, അല്ലെങ്കിൽ അത് ഇല്ലാതെ വേണമെങ്കിലാക്കാം. കാരണം ഞാൻ ട്രൈ ചെയ്തു, വളരെ കറക്റ്റായിരുന്നു ഉമ്മ പറഞ്ഞത്. ഈ കടുക് വറക്കാനിടുമ്പോൾ അതിൽ കുറച്ച് ഉള്ളി അരിഞ്ഞത് ഇട്ട് കഴിഞ്ഞാൽ ഈ പൊട്ടിത്തെറിക്കൽ ഒരുപാടങ്ങ് കുറയും. ശരിക്കും പുറത്തോട്ടൊന്നും ചാടില്ല. അത് എല്ലാം പൊട്ടിയതിന് ശേഷം മാത്രമാണ് വേപ്പിലിടുന്നത്. വേപ്പിലിടുമ്പോൾ തന്നെ നമ്മൾ തീ ഓഫ് ചെയ്യണം. ആ ഒരു തീയിൽ ആ ഒരു ചൂടിൽ കിടന്ന് ഇതങ്ങ് ഫ്രൈ ആയിക്കോളും. അതിനുശേഷം നമുക്ക് കുപ്പിയിലാക്കാം.
കൂട്ടാണ് നമ്മുടെ മെഴുക്കുവരട്ടിക്കുള്ള കൂട്ട്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, എന്നാലും ഞാൻ ഒന്നും കൂടി പറയാം. കടുകും കറിവേപ്പിലയും അതുപോലെ തന്നെ ചെറിയ ഉള്ളി ഇവിടെ ചതച്ചിട്ടാണ് ഉമ്മ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ. പിന്നെ ഡ്രൈ ചില്ലീസും. അപ്പോൾ ഇതുപോലെ നമ്മൾ ഓയിലൊന്ന് ചൂടാക്കാൻ വെക്കാം. അതിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കടുക് വറക്കലാണ്. കടുക് വറുക്കുമ്പോഴും ഉമ്മ അപ്പോൾ 2-3 ഉള്ളി കുറച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇട്ടതിന് ശേഷമാണ് പിന്നെ ഇതുപോലെ ഉള്ളി ഇടുക. ഉള്ളി ഒരു ട്രാൻസ്പെറൻറ്റ് കളർ ആകുമ്പോഴാണ് ഉമ്മ പിന്നെ ഡ്രൈ ചില്ലീസ് ഇടുന്നത്. അതിന് ശേഷം മാത്രമാണ് പിന്നെ വേപ്പില ഇടുന്നത്. അപ്പോഴും തീ ഓഫ് ചെയ്യുന്നില്ല. ഇതെല്ലാം ഒന്ന് മൂത്ത് കഴിയുമ്പോൾ, അപ്പോൾ ചെറുതായിട്ടും തീ ഒന്ന് കുറക്കണം കേട്ടോ. ഇതെല്ലാം ഒന്ന് മൂത്ത് കഴിയുമ്പോൾ മാത്രമാണ് ശരിക്കും തീ ഒന്ന് ഓഫ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മളതൊരു കുപ്പിയിലാക്കും. ഈ ഒരു കൂട്ട് കുപ്പിയിലാക്കി ചൂടാറിയതിന് ശേഷം നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചേ പറ്റൂ. ഇത് പുറത്ത് വെച്ചാൽ കേടായി പോകും. അതുകൊണ്ട് ഇത് മാത്രമുള്ളൂ ഫ്രിഡ്ജിൽ വെക്കേണ്ട ഒരു ഐറ്റം. ഇത്തരം തിളക്കുന്ന ഐറ്റംസൊക്കെ നിങ്ങൾക്കൊരു കുപ്പിയിലാക്കണമെങ്കിൽ ഈ ഒരു കുപ്പി ഒന്നുമില്ലെങ്കിൽ ഒരു കട്ടിംഗ് ബോർഡ്, അതായത് മരത്തിൻ്റെ കട്ടിംഗ് ബോർഡ് അല്ലെങ്കിൽ മരത്തിൻ്റെ തന്നെ കയ്യിലൊക്കെ ഉണ്ടെങ്കിൽ ഇതിലോട്ടൊന്ന് വെച്ച് കൊടുത്ത് നിങ്ങൾക്ക് ഈ ഒരു ഐറ്റംസ് കുപ്പിയിലാക്കിയാൽ വളരെ സേഫാണ്, യാതൊരുവിധ പ്രശ്നവുമില്ല. ഇത്തരം ഐറ്റംസ് കുറച്ച് നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് കുറച്ച് സമയമെങ്കിലും ലാഭിക്കാം. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ കണ്ടാലും ഒരുപാട് ഓയിൽസ് ഒന്നും ഉമ്മ കുപ്പിയിലാക്കി വെക്കുന്നില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ലാസ്റ്റ് ഇത് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മേലെ ഒരു ചെറിയ നുള്ളോ അല്ലെങ്കിൽ ടീസ്പൂണോ ഉമ്മ വെളിച്ചെണ്ണയോ ഓയിലോ ഒഴിക്കും. പൊതുവേ ഞങ്ങൾ വെളിച്ചെണ്ണയാണ്. അപ്പോൾ അങ്ങനെ ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി കറിക്ക് ടേസ്റ്റും കിട്ടും. ഈ വ്ളോഗും ഇതിലെ ടിപ്സും നിങ്ങൾക്ക് ഉപകരിക്കുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറക്കാതെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞങ്ങളെ അറിയിക്കുക. ഷെയർ ചെയ്ത്, ലൈക്ക് ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ see you soon. Bye.